നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികളുടെ തൂക്കം കുറഞ്ഞതിൽ, പീഠം കാണാതായതിൽ, ദീർഘകാലം ഒളിപ്പിച്ചു വെച്ചതിലൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് സർക്കാർ മറുപടി പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് മറുപടി പറയും? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ചോദ്യം ചെയ്താൽ സ്വർണം ചെമ്പായത് എങ്ങനെയെന്ന് തെളിയുമോ? കള്ളനെ കാവലേൽപ്പിക്കുന്നത് പോലെയോ ദേവസ്വം വിജിലൻസ് അന്വേഷണം? അടിമുടി അഴിമതിയും ദുരൂഹതയും നിറഞ്ഞ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിപക്ഷം CBI അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ ഹൈക്കോടതി നടപടിയിലാണ് ഇനി ഈ നാടിന്റെയും ഭക്തരുടെയും പ്രതീക്ഷ. സമഗ്രമായി നോക്കാം ഇന്നത്തെ ടോപ്പ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞത് സ്വർണം തന്നെയെന്ന് ദേവസ്വം രേഖകൾ, തനിക്ക് തന്നത് ചെമ്പുപാളികളെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുത്തു. സ്വർണം നഷ്ടമായതിൽ ദേവസ്വവും സർക്കാരും മറുപടി പറയണമെന്നും CBI അന്വേഷണം വേണമെന്നും കോൺഗ്രസും BJPയും. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവായ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് സംസ്ഥാനത്തിന്റെ ആദരം. ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണ് മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. കാഴ്ചക്കാരില്ലെങ്കിൽ കലാകാരന്മാർ ഇല്ലെന്നും ലഭിച്ച പുരസ്കാരങ്ങൾ മലയാളിക്ക് സ്വന്തമെന്നും മോഹൻലാൽ. സംഭാവനകൾക്കുള്ള ആദരവാണ് ഈ പുരസ്കാരം. ഈ നേട്ടം ഓരോ മലയാളിക്കും അഭിമാനിക്കാനുള്ള വക നൽകുന്നു. കാണുന്നവർക്ക് ഞാൻ അനായാസമായി അഭിനയിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ അത് എനിക്ക് പോലും അറിയാതെ, ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഏതോ ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് സാധിക്കുന്നത്. അറബിക്കടലിൽ രൂപം കൊണ്ട ശക്തി ചുഴലിക്കാറ്റ് തീരത്തേക്ക് അതീവ ജാഗ്രത. 100 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും അതിതീവ്ര മഴയ്ക്കും സാധ്യത. മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ മുന്നറിയിപ്പ്. കേരളത്തിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കേരള ഭാഗ്യക്കുറിയുടെ തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം. എറണാകുളം നെട്ടൂരിൽ വിറ്റ ടിക്കറ്റിന് 25 കോടി രൂപ ലഭിച്ചത് TH577825 നമ്പറിന്. ഭാഗ്യവാൻ കാണാമറയത്ത്. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. എയിംസ് എവിടെ വേണമെന്ന വിവാദങ്ങൾക്കിടെ കോഴിക്കോട് കിനാലൂരിലെ നിവാസികൾ പ്രതിസന്ധിയിൽ. അനിശ്ചിതത്വത്തിലായത് ഭൂമി വിട്ടു നൽകാനിരിക്കുന്ന 194ഓളം കുടുംബങ്ങൾ. കിനാലൂർ, കാന്തലാട് മേഖലയിലുള്ളവർ ക്രയവിക്രയം ചെയ്യാനോ വീടുകൾ പുതുക്കി പണിയാനോ കഴിയുന്നില്ലെന്ന് പരാതി. ടോപ്പ് 10 സ്പെഷ്യൽ. കാസർഗോഡ് കുമ്പള സ്കൂളിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മൈം അവതരിപ്പിച്ചതിന്റെ പേരിൽ സ്കൂൾ കലോത്സവം നിർത്തിവെച്ചു. മൈം ഷോ അവതരിപ്പിക്കുന്നതിനിടെ കർട്ടൻ താഴ്ത്തിയത് വിവാദത്തിൽ. സ്കൂളിലേക്ക് MSF SFI മാർച്ച്. കർട്ടൻ താഴ്ത്തിയ അധ്യാപകനെതിരെ നടപടി വേണമെന്ന ആവശ്യം. റിപ്പോർട്ട് തേടിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചതിന് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ച് നരേന്ദ്രമോദി. പ്രതികരണം: ട്രംപിന്റെ സമാധാന നിർദ്ദേശങ്ങളിലെ പ്രധാന ഭാഗങ്ങൾ ഹമാസ് അംഗീകരിച്ചതിന് പിന്നാലെ. മോദി എക്സിൽ കുറിച്ച വാക്കുകൾ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച് ട്രംപ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ 8-9 തീയതികളിൽ ഇന്ത്യയിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ആദ്യ ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെ തകർത്ത് ഇന്ത്യ. ജയം. ഒരു ഇന്നിംഗ്സിനും 140 റൺസിനും. രവീന്ദ്ര ജഡേജയ്ക്ക് 4 വിക്കറ്റ്. ഓസ്ട്രേലിയക്കെതിരായ ഏകദിനത്തിലും ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായി തുടരും. ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റൻ. സഞ്ജു ടീമിലില്ല. കോഹ്ലിയെയും രോഹിത്തിനെയും ഉൾപ്പെടുത്തി. കരൂർ ദുരന്ത പശ്ചാത്തലത്തിൽ വിജയുടെ പ്രചാരണ വാഹനം പിടിച്ചെടുക്കാൻ ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതി. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും വിജയ്ക്കെതിരെ കേസെടുക്കാത്തതിന് പോലീസിന് കോടതിയുടെ വിമർശനം. വിജയുടെ കരൂർ സന്ദർശനത്തിന് അനുമതി തേടി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് TVK. സ്റ്റോറി ഓഫ് ദി ഡേ: അക്ഷരങ്ങളുടെ കൂട്ടുകാരി.
ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും സമഗ്ര അന്വേഷണം കോടതിയിൽ ആവശ്യപ്പെടാനൊരുങ്ങി ദേവസ്വം ബോർഡ്. 1998 മുതൽ 2025 വരെയുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കണമെന്ന് ഹൈക്കോടതിയോട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുമെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. അതേസമയം തനിക്ക് ലഭിച്ചത് ചെമ്പുപാളികൾ തന്നെയാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിച്ചു. എന്നാൽ 1999 മെയ്യിൽ ദ്വാരപാലക ശില്പങ്ങൾ അടക്കമാണ് വിജയ് മല്യ സ്വർണം പൂശിയതെന്ന് വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകൾ വ്യക്തമാക്കുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി വിവാദത്തിലാണ് സ്വർണം പൂശാൻ നൽകിയത് ചെമ്പുപാളികളായിരുന്നുവെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദങ്ങൾ പൊളിയുന്നത്. 1999 വിജയ് മല്യ ശബരിമല ക്ഷേത്രം സ്വർണം പൊതിഞ്ഞപ്പോൾ ദ്വാരപാലക ശില്പം സ്വർണം പൂശിയിരുന്നു. ഇത് ദേവസ്വം ബോർഡിന്റെ മഹസറിലും രജിസ്റ്ററിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം നടത്തിയ ദേവസ്വം ബോർഡ് വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അടുത്ത ദിവസം ദേവസ്വം ബോർഡ് ഇക്കാര്യം കോടതിയെ അറിയിക്കും. എന്നാൽ തനിക്ക് ദേവസ്വം ബോർഡ് തന്നുവിട്ടത് ചെമ്പുപാളികൾ തന്നെയാണ് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ രജിസ്റ്ററിലും അങ്ങനെ തന്നെയാണെന്ന് അദ്ദേഹം പറയുന്നു. എനിക്ക് തന്ന ഡോക്യുമെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ചെമ്പുപാളി എന്ന് പറഞ്ഞ് തരുമ്പോൾ ചെമ്പുപാളി എന്ന് പറഞ്ഞാണ് നമ്മൾ കമ്പനിയെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ അന്വേഷിക്കും. ഇക്കാര്യത്തിൽ നിലവിൽ നടക്കുന്ന വിജിലൻസ് അന്വേഷണത്തോട് സഹകരിക്കുമെന്നും സ്വർണ്ണപ്പാളി പ്രദർശന വസ്തുവാക്കി താൻ പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ഞാൻ അവിടെ ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിൽ ഒരു ദിവസം അത് വച്ചിരുന്നു. എന്നിട്ട് അത് അവിടെ നിന്ന് ഇളമ്പള്ളി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഒരു മീറ്റിംഗ് പോലെ കഴിഞ്ഞ് എന്നിട്ട് അവിടെ നിന്ന് ഒരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് കൊണ്ടുപോയത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിന് നിങ്ങൾ ചോദിക്കുമ്പോൾ എന്നെ പേരിൽ ഓരോ ആക്ഷേപം ഉന്നയിക്കാമെന്നല്ല. അതേസമയം 1999 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കാൻ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ പറയുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിച്ചു. അറ്റകുറ്റപ്പണികൾക്ക് 40 വർഷത്തെ വാറന്റിയുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായതിനാലാണ് ഇയാൾക്ക് കത്തയച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. 1998 വിജയ് മല്യ സ്വർണം പൂശുന്നത്. ആ കാലഘട്ടം മുതൽ 2025 നിലവിൽ എൻ്റെ കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ, അത് സ്വർണത്തിൻ്റെ കാര്യമാവട്ടെ, തൂക്കത്തിൻ്റെ കാര്യമാവട്ടെ, ഇത്തരം അവതാരങ്ങളുടെ കാര്യമാവട്ടെ, സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. അതേസമയം വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് കൂടുതൽ പേരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുത്ത് ദേവസ്വം വിജിലൻസ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തായിരുന്നു ചോദ്യം ചെയ്യൽ. വൈകുന്നേരം 3 മണിയോടുകൂടി ആരംഭിച്ച ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടു. അന്വേഷണ സംഘത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയതായി ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന മൊഴിയെടുപ്പ് മണിക്കൂറുകളോളമാണ് നീണ്ടത്. വൈകുന്നേരം 3:30 ആരംഭിച്ച ചോദ്യം ചെയ്യൽ 7:30 പൂർത്തിയായി. സ്വർണ്ണപ്പാളി കാണാതായത് സംബന്ധിച്ചും ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയത് സംബന്ധിച്ചും ശബരിമലയെ മുൻനിർത്തി വ്യാപകമായി പണപ്പിരിവ് നടത്തിയെന്നുമാണ് പോറ്റിക്കെതിരെ ഉയരുന്ന പ്രധാന ആരോപണങ്ങൾ. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി വിജിലൻസ് ചോദിച്ചറിഞ്ഞു എന്നാണ് സൂചന. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയെന്നും ബാക്കി കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കേണ്ടതാണെന്നും മൊഴിയെടുപ്പിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ട എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കേണ്ടതാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ഉദ്യോഗസ്ഥരോട് പൂർണ്ണമായിട്ടും അന്വേഷണത്തോടെ ഞാൻ സഹകരിക്കും. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ തന്നെ പോറ്റി നേരത്തെ നിഷേധിച്ചിരുന്നു. 2019 തനിക്ക് കിട്ടിയത് ചെമ്പുപാളികളാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം. 2019 അറ്റകുറ്റപ്പണിക്കായി കൈമാറിയത് ചെമ്പുപാളികൾ എന്നാണ് ദേവസ്വം രേഖകളിലും പറയുന്നത്. അങ്ങനെയെങ്കിൽ 1999 UB ഗ്രൂപ്പ് ചെയർമാൻ വിജയ് മല്യ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിന്റെ അസൽ പാളികൾ എവിടെയെന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതികരണവുമായി കോൺഗ്രസും BJPയും. വിഷയത്തിൽ CBI അന്വേഷണത്തിന് തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. സർക്കാരിന് ഒളിച്ചുവെക്കാനൊന്നുമില്ലെങ്കിൽ കേസ് അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും ആവശ്യപ്പെട്ടു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രാഷ്ട്രീയ സഹായം കിട്ടിയെന്നും VD സതീശൻ ആരോപിച്ചു. CBI അന്വേഷിക്കണം. കാരണം ഇത് സ്റ്റേറ്റിന് പുറത്തു കൊണ്ടുപോയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പോലീസിന്റെ പരിധി നിൽക്കില്ല, ഇവിടുത്തെ പോലീസുകാർക്കും വിശ്വാസമില്ല. അതുകൊണ്ട് ഇത് ഇന്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷൻ ഉള്ള കേസായതുകൊണ്ട് ഈ 2 ദേവസ്വം മന്ത്രിമാർക്കും, പഴയ ദേവസ്വം മന്ത്രിക്ക് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും
എതിരായിട്ട് അന്വേഷണം നടത്തണം എന്ന് ശക്തിയായി ആവശ്യപ്പെട്ടു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V. മുരളീധരൻ ആവശ്യപ്പെട്ടു. കേസ് അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസിനും പരിമിതികളുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. ഈ കാര്യങ്ങൾ അന്വേഷണം നടത്താൻ ബഹുമാന്യനായിട്ടുള്ള ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് കേരള പോലീസിന് അന്വേഷിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യം അന്വേഷിക്കാൻ CBIയെ ഏൽപ്പിക്കുമോ? സർക്കാരിന് ഒളിച്ചുവെക്കാൻ മറച്ചുപിടിക്കാൻ യാതൊന്നുമില്ലെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് ഈ കാര്യം CBIയെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ശബരിമല കേന്ദ്രീകരിച്ച് വിശ്വാസത്തെ നശിപ്പിക്കാൻ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുവെന്ന് ഭക്തജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. സംസ്ഥാനത്തിന് പുറത്ത് ബന്ധമുള്ള ശക്തികൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളുടെ വികാരങ്ങളെയും വിശ്വാസത്തെയും ഒക്കെ ധ്വംസിക്കാനും മനഃപൂർവമായി ശബരിമല ക്ഷേത്രത്തിൻ്റെ ഖ്യാതി നശിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഗൂഢശക്തികളുടെ ശ്രമങ്ങൾ നടന്നു വരുന്നു എന്നുള്ള ആരോപണം, ആക്ഷേപം, ഭക്തജനങ്ങളുടെ ആവലാതികൾ എല്ലാം കുറേ നാളുകളോളമായി ഉയർന്നു വരികയാണ്. സർക്കാർ നടത്തുന്ന തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ഒടുവിലത്തെ ഉദാഹരണമാണ് സ്വർണ്ണപ്പാളി വിവാദമെന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇത് വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണെന്നും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഭഗവാന് കാണിക്കയായി കിട്ടുന്ന സ്വത്തുവിഹിതം വരെ ഇത്തരത്തിൽ വിഴുങ്ങിക്കളയുന്നു എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന മുഴുവൻ വിവാദങ്ങളെക്കുറിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഇത്രയധികം കൊള്ള നടന്ന വിവരം ശബരിമലയിൽ നിന്ന് പുറത്തുവരുന്നത് കേരള ചരിത്രത്തിൽ ആദ്യമാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സംഘാടകർ അമ്പലക്കള്ളന്മാരെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. 2019 ശബരിമലയിൽ വലിയ കൊള്ള നടന്നു. അന്നത്തെ ദേവസ്വം പ്രസിഡന്റ്, മന്ത്രി എന്നിവർക്കെതിരെ സ്വർണ്ണമോഷണത്തിന് കേസെടുക്കണം. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ സുപ്രധാന രേഖകളും വിലപിടിപ്പുള്ള വസ്തുക്കളും സന്നിധാനത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയെന്നും കൃഷ്ണദാസ് ആരോപിച്ചു. കേവലം ഒരു പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത്ര വലിയ കൊള്ള നടക്കില്ല. എല്ലാം പോറ്റിയുടെ തലയിലിട്ട് രക്ഷപ്പെടാൻ സർക്കാരും ദേവസ്വം ബോർഡും ശ്രമിക്കുന്നുവെന്നും കൃഷ്ണദാസ് ആരോപിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സംഘാടകർ അമ്പലക്കള്ളന്മാരാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. കേവലം ചില ഇടനിലക്കാർ മാത്രമല്ല, ദേവസ്വം ബോർഡിന്റെയും ഭരണകൂടത്തിന്റെയും സഹായത്തോടു കൂടിയാണ് ഈ മോഷണവും സ്പോൺസർഷിപ്പ് കൊള്ളയും ശബരിമലയിൽ നടന്നിട്ടുള്ളത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ തൽക്കാലം പ്രതികരിക്കാനില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. മിണ്ടേണ്ട സമയത്തൊക്കെ മിണ്ടുന്ന സർക്കാരാണിത്. അതിനുദാഹരണമാണ് അടിയന്തര പ്രമേയമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള സുഹൃത്തുക്കളൊക്കെ ഈ പരിപാടിയിലുണ്ട്, പിന്നെ ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വൈറ്റ് ഇപ്പം തരുന്നു. സർക്കാർ മിണ്ടേണ്ട സമയത്തൊക്കെ മിണ്ടുന്ന സർക്കാരാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അടിയന്തര പ്രമേയം ഏറ്റവും അധികം നിയമസഭയിൽ ചർച്ചക്കെടുത്തത് നന്നായി മിണ്ടുന്ന സർക്കാരായതുകൊണ്ട് ഒന്നിനെയും ഭയമില്ല, എല്ലാത്തിനും മറുപടി നൽകും. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ആറന്മുളയിലെ തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് VR രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ആറന്മുള മൂർത്തിട്ട മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നാളികേരമുടച്ച് അയ്യപ്പ ചിത്രവുമേന്തി ശരണം വിളികളോടെ നാമജപ ഘോഷയാത്രയായാണ് ആറന്മുളയിലെ തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസിലേക്ക് വിശ്വഹിന്ദു പരിഷത്ത് മാർച്ച് നടത്തിയത്. ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് കിട്ടിയെങ്കിലും പ്രവർത്തകർ പള്ളിയോട സേവാസംഘം ഓഫീസായ പാഞ്ചജന്യത്തിന് മുന്നിൽ ഒത്തുകൂടി. വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് VR രാജശേഖരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിൽ ദ്വാരപാലക വിഗ്രഹത്തിലടക്കം സ്വർണം പൊതിയുകയാണ് ചെയ്തിരുന്നതെന്നും അതിന് കൃത്യമായ രേഖകളുള്ളതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ VR രാജശേഖരൻ പറഞ്ഞു. 1999 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ബോർഡ് സെക്രട്ടറി അവിടുത്തെ ഡിവിഷണൽ എഞ്ചിനീയർക്ക് കത്ത് കൊടുക്കുന്നു. സാങ്ഷൻ കമ്മ്യൂണിക്കേഷൻ അനുമതി പത്രം കൊടുക്കുന്ന രേഖാമൂലം ഇത് പൊതിഞ്ഞ് അവിടെ സ്ഥാപിക്കുന്നതിന് അനുവാദം കൊടുത്തുകൊണ്ടുള്ളത്.
ശബരിമലയെ തകർക്കാനുള്ള ആഗോള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ആരോപിച്ചു. ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കാനും ക്ഷേത്രം മുതൽ കൊള്ളയടിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പുകാരുടെ പോറ്റിയാണെങ്കിൽ A. പത്മകുമാറും VN വാസവനും PS പ്രശാന്തും തട്ടിപ്പുകാരുടെ അമ്പൂറ്റിമാരാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി പറയുമ്പോൾ അയാള് ഈ കള്ളന്മാരുടെ വെറും ഒരു പോറ്റിയാണെങ്കിൽ ഈ ആറന്മുള സ്വദേശിയായ പത്മകുമാറും വാസവനും പ്രശാന്തും ഒക്കെ ചടങ്ങിൽ അയ്യപ്പസേവാ സമാജം സംസ്ഥാന ജോയിന്റ് കൺവീനർ ജയൻ ചെറുവള്ളി, മിനി ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, പത്തനംതിട്ട. സ്വർണ്ണപ്പാളി വിവാദത്തിൽ കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്താത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. ദേവസ്വം ബോർഡ് പടിക്കൽ തേങ്ങയുടച്ചായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. നടൻ ജയറാമിന്റെ വീട്ടിലടക്കം ശബരിമലയിലെ വാതിൽപ്പടി ദർശനം നടത്തിയതിനെയും യൂത്ത് കോൺഗ്രസ് നിശിതമായി വിമർശിച്ചു. സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ജയറാമിനെ പോലുള്ളവർ ശബരിമലയിൽ നിന്നും സാധനങ്ങൾ പുറത്തേക്കെത്തിയ വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കണമായിരുന്നുവെന്നും യൂത്ത് കോൺഗ്രസ്. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സ്വന്തമാക്കിയ മലയാളത്തിന്റെ മോഹൻലാലിന് 10,000ങ്ങളെ സാക്ഷി നിർത്തി സർക്കാർ കേരളക്കരയുടെ ആദരവ് സമർപ്പിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരവ് കൈമാറി. കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമായി. മലയാളം വാനോളം ലാൽ സലാം എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കേരള സർക്കാരിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ പൊന്നാട അണിയിച്ചു. മോഹൻലാൽ ചിത്രങ്ങളിലെ ചലിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് തയ്യാറാക്കിയ ശില്പവും സമ്മാനിച്ചു. കവി പ്രഭാവർമ്മ എഴുതിയ കാവ്യപത്രവും മുഖ്യമന്ത്രി മോഹൻലാലിന് സമർപ്പിച്ചു. ഗായിക ലക്ഷ്മിദാസ് കാവ്യപത്രം ചൊല്ലി. വിഖ്യാത ചിത്രകാരനായ A. രാമചന്ദ്രന്റെ താമരക്കുളത്തിന്റെ ലോകം എന്ന ചിത്രവും മോഹൻലാലിന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങിയ നിമിഷത്തേക്കാൾ ഏറെ വൈകാരിക ഭാരത്തോടെയാണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതെന്നും തനിക്ക് ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളും മലയാളിക്കും മലയാളത്തിനും കേരളത്തിനാകെയും ലഭിച്ചവയാണെന്നും പറഞ്ഞാണ് ലാലേട്ടൻ ആദരവേറ്റുവാങ്ങിയത്. ഡൽഹിയിൽ വെച്ച് അതിവിശിഷ്ടമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങിയ നിമിഷത്തേക്കാൾ ഏറിയ വൈകാരിക ഭാരത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇത് ഞാൻ ജനിച്ചു വളർന്ന് കൗമാരവും യൗവനവും ചെലവഴിച്ച മണ്ണാണ്. എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ജ്യേഷ്ഠനും ജീവിച്ച ഇടമാണ്. ജീവിതത്തിൻ്റെ സങ്കീർണതകളൊന്നും അറിയാതെ അവർക്കൊപ്പം ഞാൻ പാർത്ത നാടാണ്. ഇവിടുത്തെ കാറ്റും മരങ്ങളും വഴികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ ഓർമ്മകളുടെയും ആത്മാവിൻ്റെയും ഭാഗമാണ്. എനിക്ക് ഈ സ്വീകരണം നൽകുന്നത് എന്നെ ഈ കാണുന്ന ഞാനാക്കി മാറ്റിയ കേരളവും മലയാളികളും അവർ തിരഞ്ഞെടുത്ത സർക്കാരുമാണ്. മോഹൻലാലിനുള്ള അംഗീകാരം മലയാള സിനിമയ്ക്കുള്ള അംഗീകാരം കൂടിയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 3 വർഷം കൂടി പിന്നിടുമ്പോൾ മലയാള സിനിമയ്ക്ക് 100 വയസ്സ് തികയുകയാണ്. ശതാബ്ദിയോടടുത്ത മലയാള സിനിമയിൽ അരനൂറ്റാണ്ട് കാലമായി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ. 1978 തിരനോട്ടം എന്ന സിനിമ മുതൽ കഴിഞ്ഞ 48 വർഷക്കാലമായി മോഹൻലാൽ നമ്മോടൊപ്പമുണ്ട്. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ അവതരിപ്പിച്ച തിരനോട്ടത്തിനൊടുവിൽ മോഹൻലാൽ വേദിയിലെത്തിയത് മനോഹരമായ വൈകാരിക നിമിഷങ്ങളാണ് കാണികൾക്ക് സമ്മാനിച്ചത്. ധനമന്ത്രി KN ബാലഗോപാൽ, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ, സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ, അഭിനേത്രി അംബിക എന്നിവർ പ്രിയ നടന് ആശംസകൾ നേർന്നു. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. ഉദ്ഘാടനത്തെ തുടർന്ന് TK രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ മോഹൻലാലിനുള്ള കലാസമർപ്പണമായ രാഗം മോഹനം അരങ്ങേറി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അറബിക്കടലിൽ രൂപം കൊണ്ട ശക്തി ചുഴലിക്കാറ്റ് മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരങ്ങളിലേക്ക് നീങ്ങുന്നു. ഈ സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതീവ ജാഗ്രതാ മുന്നറിയിപ്പ് പുറത്തിറക്കി. കേരളത്തിലും വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്.
മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശം. മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കുന്നതോടെ തീരദേശ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ട്. ചുഴലിക്കാറ്റിന്റെ മുന്നേറ്റത്തെ തുടർന്ന് മഹാരാഷ്ട്രയിലെ മുംബൈ, താനെ, പാൽക്കർ, റായ്ഗഡ്, രത്നഗിരി, സിന്ധുദൂർ തുടങ്ങിയ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറാത്ത്വാഡ, കിഴക്കൻ വിദർഭയുടെ ചില ഭാഗങ്ങളിൽ ശക്തമായതോ അതിശക്തമായതോ മഴ പ്രതീക്ഷിക്കുന്നു. കൂടാതെ വടക്കൻ കൊങ്കണിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി തീരദേശ ജില്ലകളോട് സജ്ജമാകാൻ സർക്കാർ നിർദ്ദേശം നൽകി. ശനിയാഴ്ച രാവിലെ വരെയുള്ള കണക്കുകൾ പ്രകാരം ശക്തി ചുഴലിക്കാറ്റ് അറബിക്കടലിലൂടെ കൂടുതൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഗുജറാത്തിലെ ദ്വാരകയിൽ നിന്നും ഏകദേശം 420 കിലോമീറ്റർ അകലെയാണ് ചുഴലിക്കാറ്റ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നതനുസരിച്ച് ചുഴലിക്കാറ്റ് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ഞായറാഴ്ചയോടെ വടക്ക് പടിഞ്ഞാറൻ അറബിക്കടലിനോട് ചേർന്നുള്ള മധ്യ അറബിക്കടലിൽ എത്താൻ സാധ്യതയുണ്ട്. തിങ്കളാഴ്ച രാവിലെ മുതൽ ഇത് ദിശ മാറ്റി കിഴക്ക് വടക്കൻ ദിശയിലേക്ക് സഞ്ചരിക്കുകയും പിന്നീട് ക്രമേണ ദുർബലമാകുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തിരുവോണം ബമ്പർ 25 കോടി TH577825 എന്ന ടിക്കറ്റിന് ഭഗവതി ഏജൻസിയിൽ നിന്ന് നെട്ടൂർ സ്വദേശി ലതീഷ് വാങ്ങി വൈറ്റിലയിൽ വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം. ധനമന്ത്രി KN ബാലഗോപാലാണ് തിരുവോണം ബമ്പർ നറുക്കെടുത്തത്. പൂജാ ബമ്പർ ടിക്കറ്റിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. കാത്തിരിപ്പിന് വിരാമമായി സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പറിന്റെ ഒന്നാം സമ്മാനം 25 കോടി TH577825 എന്ന നമ്പറിന് 1 കോടി വീതം 20 പേർക്കാണ് രണ്ടാം സമ്മാനം. TB 221372, TB 659893, TC 736078 തുടങ്ങിയ 20 നമ്പറുകൾക്കാണ് രണ്ടാം സമ്മാനം. വൈറ്റിലയിലെ നെട്ടൂരിലെ INTUC ജംഗ്ഷനിലുള്ള ലതീഷ് എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ 25 കോടി അടിച്ചത്. മൂന്നാം സമ്മാനം 50 ലക്ഷം രൂപ വീതം 20 പേർക്കാണ്. 5 ലക്ഷം രൂപ വീതം 10 പേരാണ് നാലാം സമ്മാനത്തിന് അർഹരായത്. അഞ്ചാം സമ്മാനം 10 പരമ്പരകൾക്ക് 2 ലക്ഷം രൂപ വീതമാണ്. അച്ചടിച്ച 75 ലക്ഷം ടിക്കറ്റുകളിൽ അച്ചടിപ്പിശക് വന്ന ഒരെണ്ണമൊഴികെ എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയി. വിജയികൾക്ക് ആശംസകൾ നേരുന്നതായി മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. മലയാളികളെല്ലാം ഓണം ബമ്പർ എടുക്കുന്നുണ്ട്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് യാത്ര പോകുന്നവർ അല്ലെങ്കിലൊക്കെ അവിടുന്ന് തന്നെ ബന്ധുക്കൾ ഉൾപ്പെടെ എടുക്കും. ഓണം ബമ്പർ ഓണാഘോഷം പോലെയാണ്. ഇപ്പോൾ ഓണം ബമ്പറിൻ്റെ ആ തുകയുണ്ട്. ഒന്നാം സമ്മാനം 25 കോടി മാത്രമല്ല, 20 പേർക്കാണ് ഓരോ കോടി വെച്ച് കിട്ടുന്നത്. അപ്പോൾ പല ലോട്ടറിയുടെ എഫക്റ്റാണിത്. പിന്നീട് 50 ലക്ഷം വെച്ചും അതേപോലെ ഉണ്ട്. 5.5 ലക്ഷത്തോളം വരുന്ന സമ്മാനങ്ങളുണ്ട്. ടിക്കറ്റ് വിൽപ്പനയിൽ പാലക്കാടാണ് ഒന്നാം സ്ഥാനത്ത്. 14 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് പാലക്കാട് മാത്രം വിറ്റത്. 2ഉം 3ഉം സ്ഥാനങ്ങളിൽ തൃശൂർ, തിരുവനന്തപുരം ജില്ലകളാണ്. തിരുവനന്തപുരത്ത് പൂജാ ബമ്പർ ഭാഗ്യക്കുറിയുടെ പ്രകാശനവും നടന്നു. ഒന്നാം സമ്മാനമായി 12 കോടി രൂപ ലഭിക്കുന്ന പൂജാ ബമ്പർ ടിക്കറ്റിന്റെ വില 300 രൂപയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഓണം ബമ്പർ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം കൊച്ചി നെട്ടൂർ സ്വദേശി ലതീഷ് വിറ്റ ടിക്കറ്റിന് വൈറ്റിലയിലെ ഭഗവതി ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് ലതീഷ് ടിക്കറ്റ് വാങ്ങിയത്. 1 വർഷം മുമ്പാണ് ലതീഷ് ലോട്ടറി വിൽപ്പന ആരംഭിച്ചത്. വൈറ്റിലയിലെ ഭഗവതി ഏജൻസിയിൽ നിന്ന് ലോട്ടറി വിൽപ്പനക്കാരനായ നെട്ടൂർ സ്വദേശി ലതീഷ് എടുത്ത ടിക്കറ്റിനാണ് 25 കോടി രൂപ അടിച്ചിരിക്കുന്നത്. ഭാഗ്യശാലിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 800 ടിക്കറ്റുകളാണ് ലതീഷ് ഭഗവതി ഏജൻസിയിൽ നിന്നും വാങ്ങിയത്. നെട്ടൂർ INTUC ജംഗ്ഷനിലാണ് ലതീഷ് കട നടത്തുന്നത്. ലോട്ടറി കച്ചവടം ആരംഭിച്ചിട്ട് 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ നെട്ടൂറുകാർക്ക് കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം അവരെ കൊണ്ട് ജീവിച്ച ആളാണ് ഞാൻ 10-18 വയസ്സായപ്പോൾ ഇവിടെ തൊഴിലിന് വന്നതാണ്. ഈ വെളിച്ചെണ്ണ ഹോൾസെയിലായിരുന്നു. കാരണം കുമ്പളം പഞ്ചായത്തിലും മരട് മുനിസിപ്പാലിറ്റിയിലും എരൂര്, തൃപ്പൂണിത്തുറ ഭാഗങ്ങളിലൊക്കെ വെളിച്ചെണ്ണ ലൈൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ നടുവിൻ്റെ ഒരു പ്രശ്നം കാരണം വെയിറ്റ് എടുക്കാൻ പറ്റാഞ്ഞ കാരണം ഞാൻ നിർത്തിയതാണ്. പിന്നെ അത് അവിടെ ഒരു ലോട്ടറി കട ഉണ്ടായിരുന്നു. അത് നിർത്തിയപ്പോൾ ഈ തട്ട് അവിടെ കിടക്കായിരുന്നു. എൻ്റെ തട്ടല്ല, ചെറിയ തട്ട്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഒരു 1000 രൂപ കൊടുത്താൽ തട്ടും മേടിച്ചിട്ട് നേരെ വന്ന് വിറ്റെന്ന് തന്നെ ടിക്കറ്റ് അടിച്ചോണ്ട് തുടങ്ങിയ. ഇപ്പം 1 കൊല്ലം 1 മാസമായി. പാലക്കാട് നിന്ന് കൊണ്ടുവന്ന ടിക്കറ്റാണ് ഭഗവതി ഏജൻസി ലതീഷിന് കൊടുത്തത്. ഭഗവതി ലോട്ടറി ഏജൻസി ആറ്റിങ്ങിലാണ് ഇതിൻ്റെ ഞങ്ങളുടെ ഹെഡ് ഓഫീസ്. അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത ടിക്കറ്റാണ്. ഈ ടിക്കറ്റ് പാലക്കാട് പോയി പർച്ചേസ് ചെയ്ത ആൾ ഇദ്ദേഹമാണ്. കഴിഞ്ഞ വർഷം മലപ്പുറത്ത് നടത്തുന്നില്ല 50 ലക്ഷം വെച്ചുള്ള പ്രൈസ് ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് അടിച്ചാൽ അതിലെ സന്തോഷമുണ്ട്. 25 കോടിയുടെ ഭാഗ്യവാനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഭഗവതിയിൽ നിന്നും വിറ്റുപോയ മറ്റൊരു ടിക്കറ്റിന് 50 ലക്ഷം രൂപയും അടിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.
കേരള ഭാഗ്യക്കുറിയുടെ ഓണം ബമ്പർ മൂന്നാം സമ്മാനമായ 50 ലക്ഷം രൂപ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടം സൂര്യ കുടുംബശ്രീ അംഗങ്ങൾ ചേർന്നെടുത്ത ഭാഗ്യക്കുറിക്ക് സൂര്യ കുടുംബശ്രീ അംഗങ്ങളായ സൗമ്യ സുജീവ്, ഉഷ സാബു, ഉഷ മോഹനൻ, രമ്യ അനൂപ്, സാലി സാബു എന്നിവർ ചേർന്നെടുത്ത ടിക്കറ്റിനാണ് സമ്മാനമടിച്ചത്. ഇതിൽ 4 പേരും PMAY പദ്ധതി പ്രകാരം വീട് നിർമ്മാണം നടത്തിവരികയായിരുന്നു. ഫണ്ട് കിട്ടാത്തത് കാരണം വീട് പണി മുടങ്ങിക്കിടന്ന അവസ്ഥയിലാണ് ഇവരെ ഭാഗ്യദേവത കടാക്ഷിച്ചത്. ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. കോഴിക്കോട് ബാലുശ്ശേരി കിനാലൂരിലെ എയിംസ് സ്വപ്നത്തിന് 11 വർഷത്തെ പഴക്കമുണ്ട്. ഇപ്പോൾ എയിംസ് ആലപ്പുഴയിലോ തൃശൂരിലോ തിരുവനന്തപുരത്തോ കൊല്ലത്തോ ആരംഭിച്ചേക്കുമെന്ന വാർത്തകൾക്കിടയിൽ കിനാലൂരിന്റെ പ്രതീക്ഷകൾക്കൊരിക്കൽ കൂടി മങ്ങലേൽക്കുകയാണ്. ഇതോടെ ഭൂമി വിട്ടു നൽകാനിരിക്കുന്ന 194ഓളം കുടുംബങ്ങളാണ് അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. എയിംസ് വരുമെന്ന പ്രതീക്ഷയിൽ 194ഓളം കുടുംബങ്ങൾ കിനാലൂരിൽ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഇവരിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. വിട്ടു നൽകാനിരിക്കുന്ന ഭൂമിയിൽ ഒന്നും ചെയ്യാനാകാത്ത നിസ്സഹായാവസ്ഥയിലാണ് ഈ കുടുംബങ്ങൾ. എയിംസ് ആലപ്പുഴ തന്നെ, അത് ഞാൻ തൃശ്ശൂർ 19 വന്ന് നിൽക്കുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വാക്കാണ്. ജൂലൈ 10 അന്നത്തെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി കോഴിക്കോട് എയിംസ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. പിന്നീട് ഓരോ ബജറ്റിലും എയിംസിനായി കോഴിക്കോട് കാത്തിരുന്നു. പക്ഷേ തുടർ നടപടികളൊന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇതോടെ ഭൂമി വിട്ടു നൽകാനിരിക്കുന്ന 194ഓളം കുടുംബങ്ങളാണ് വെട്ടിലായത്. ഞങ്ങൾ ഭൂമി നഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച് അവിടെ നിന്നിരിക്കുന്നു. മര്യാദ ഒരു വീട് ഉണ്ടാക്കാനാകുന്നില്ല, ഒരു റൂം ഉണ്ടാക്കാനാകുന്നില്ല. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. പിന്നെ വെച്ചാൽ ഒരു ബാങ്കിൽ പോയിട്ട് ലോണ് കിട്ടിയില്ല. എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുകയാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കാൻ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. 6 വർഷമായി ഇതെല്ലാം അങ്ങനെ ആക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരു തെങ്ങും തൈ കവുങ്ങും തൈ ഒക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ വിളവെടുക്കേണ്ട സമയമായി. അത്രേ പോലും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇത് ഇന്ന് വരും നാളെ വരും എന്നിങ്ങൾ പ്രതീക്ഷിച്ച് 6 വർഷം കാത്തിരിക്കാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ. വളരെയധികം ബുദ്ധിമുട്ടി പല ലോണും ബാങ്ക് പ്രശ്നങ്ങളും ജപ്തിയും ഒക്കെ അനുഭവിച്ച് കൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് ഈ പ്രദേശത്തുള്ളത്. 94 വീട് നഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് ആശങ്ക ഉണ്ട്. എപ്പം പുതിയൊരു താമസ സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് മാറി താമസിക്കാൻ സാധിക്കും, അതിനുവേണ്ടിയുള്ള സാമ്പത്തികമായ ആനുകൂല്യങ്ങളൊന്നും കിട്ടിത്തുടങ്ങിയിട്ടില്ല. എയിംസിനായി സ്ഥലം ഏറ്റെടുത്ത് നൽകേണ്ട സംസ്ഥാന സർക്കാർ ഇതിനകം 250 ഏക്കർ ഭൂമി കൈമാറാനായി ഒരുക്കിയിട്ടുണ്ട്. 63.34 ഹെക്ടർ ഭൂമി KSIDCയിൽ നിന്ന് ഏറ്റെടുത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് ആദ്യഘട്ടത്തിൽ കൈമാറി. തുടർന്ന് ഇതുൾപ്പെടെ 142.678 ഏക്കർ സ്ഥലം കൈമാറി. ഇനിയും സ്ഥലം ആവശ്യമെങ്കിൽ കൈമാറാനും സംസ്ഥാനം സജ്ജമാണ്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും ഇതിനായി ഏറ്റെടുത്ത് കൈമാറാൻ സർക്കാർ വിജ്ഞാപനവും ഇറക്കി. സർവേ അടക്കമുള്ള നടപടികളും പൂർത്തിയാക്കിയതാണ്. പദ്ധതിയുടെ സാമൂഹികാഘാത പഠനവും പാരിസ്ഥിതികാഘാത പഠനവും പൂർത്തിയായതാണ്. അനിശ്ചിതത്വം മൂലം ഭൂമി വിട്ടു നൽകാൻ സന്നദ്ധരായവരാണ് ഇതോടെ നിസ്സഹായാവസ്ഥയിലായത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. കിനാലൂരിൽ എയിംസിനായി ഭൂമി വിട്ടു നൽകാൻ സന്നദ്ധരായ കുടുംബങ്ങൾക്ക് ഭൂമി ക്രയവിക്രയം ചെയ്യാനോ വീടുകളും മറ്റും പുതുക്കി പണിയാനോ കഴിയുന്നില്ല. 194 കുടുംബങ്ങളാണ് ഇങ്ങനെ തൃശങ്കുവിലായത്. കിനാലൂർ, കാന്തലാട് മേഖലകളിലുള്ളവരാണ് ഇവരേറെയും. ഗവൺമെൻറ് KSIDC കൈവശമുള്ള ഭൂമി ആരോഗ്യ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. അതിന് കൂടാതെ 100 ഏക്കർ പ്രൈവറ്റ് ഭൂമി ഇതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുക. അതിന് ഏറ്റവും അവസാനം 11-1 നോട്ടിഫിക്കേഷൻ ഇറങ്ങി നിൽക്കുന്നത് കാലിക്കറ്റ്, കണ്ണൂർ എയർപോർട്ട്സ്, അത് നിയറസ്റ്റ് ആണ് നമുക്ക്. പിന്നെ കൊയിലാണ്ടി, കോഴിക്കോട് റെയിൽവേ നിയറസ്റ്റ് ആണ്. പിന്നെ മാത്രമല്ല തമിഴ്നാട്, കർണാടക അതിരുകൾക്കടുത്താണ്. പിന്നെ സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്, അതോടൊപ്പം മലയോര ഹൈവേ, ഇതൊക്കെ അടുത്ത് എല്ലാം കൊണ്ടും അനുയോജ്യമായ ഒരു സ്ഥലമാണ് കിനാലൂർ. അതിർത്തി ഇടാനുള്ള കല്ല് വരെ ഇവിടെ എത്തിച്ചു കഴിഞ്ഞ് അവിടെ സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാ സൗകര്യവും നേരത്തെ പറഞ്ഞ മാതിരി എല്ലാ സൗകര്യങ്ങളും, അതായത് ഇവിടെ 110 kV സബ്സ്റ്റേഷൻ ഇപ്പോൾ ഉണ്ട്. അത് വികസനം ഉണ്ടാവാം. ഇനി ആകെ 94 കുടുംബം മാത്രമേ ഇവിടെ ഒഴിഞ്ഞു പോകേണ്ട ആവശ്യമുള്ളൂ. ഇത്രയും സൗകര്യമുള്ള സ്ഥലം കേരളത്തിൽ എവിടെയും ഉണ്ടാവില്ല. ബാക്കി പുറത്തല്ല, ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഒരാൾ പോലും ഇതിന് എതിർപ്പ് പറയുന്നില്ല. അപ്പോൾ ഇത്രയും സൗകര്യമുള്ള സ്ഥലം മുഖ്യമന്ത്രിയും പറഞ്ഞാൽ ഇവിടെയാണ് എയിംസ് വരുന്നതെന്ന്. അപ്പോൾ ആ പ്രതീക്ഷ ജനങ്ങൾ നിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഇപ്പോൾ ഒരു ആശങ്ക പല സ്റ്റേറ്റിലെ പല സ്ഥലത്തേക്കും ഇത് അവകാശപ്പെടുന്നുള്ളതാണ്.
ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും എം രാകേഷ് ചേരുന്നു. രാകേഷ്, മുമ്പ് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജനയ്ക്ക് കീഴിൽ രാജ്യത്ത് പുതിയ 27 എയിംസുകൾ പ്രഖ്യാപിച്ചപ്പോഴും കിനാലൂർ അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത്. എയിംസ് ആലപ്പുഴയിൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം ആവർത്തിക്കുന്നു. ഇപ്പോൾ കിനാലൂരിന്റെ പ്രതീക്ഷകൾ തല്ലിക്കെടുത്തുന്നതാണ്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിലപാടൊക്കെ എങ്ങനെയാണ്? കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. കിനാലൂരിൽ എയിംസ് വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു സംസ്ഥാന സർക്കാർ. അത്തരം നടപടിക്രമങ്ങളും സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. അതേസമയം തന്നെ സുരേഷ് ഗോപി ആലപ്പുഴയിലോ തൃശ്ശൂരിലോ വേണം എയിംസ് എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചതോടുകൂടി ഇതിനകത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടും പ്രസക്തമാണ്. പ്രത്യേകിച്ച് കോഴിക്കോട്ടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റികൾ, കോൺഗ്രസ്, BJP, CPM ഉൾപ്പെടെയുള്ള ജില്ലാ കമ്മിറ്റികൾ നേരത്തെ തന്നെ എയിംസിനായി KSIDCയിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. പിന്നീട് 94 വീടുകൾ, ഇതിൽ 194 കുടുംബങ്ങൾ വരും. ഇവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിനുള്ള നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്ന ഘട്ടത്തിലാണ് കേന്ദ്രത്തിൽ നിന്ന് മറ്റ് തുടർ നടപടികൾ ഇല്ലാതിരിക്കുകയും എയിംസ് ആലപ്പുഴയിലേക്ക് പോകുമെന്നുള്ള ഒരു പ്രസ്താവന സുരേഷ് ഗോപി നടത്തുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുന്നത്. MK രാഘവൻ MP ഒപ്പം തന്നെ DCC എല്ലാം തന്നെ കോഴിക്കോട് തന്നെ എയിംസ് വേണമെന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. BJPയുടെ MT രമേശ് ഉൾപ്പെടെയുള്ള കോഴിക്കോട്ടുള്ള നേതാക്കളും ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ സുരേഷ് ഗോപിയുടെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ ഒത്തുവന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കിനാലൂർ. റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളങ്ങൾ, ഒപ്പം തന്നെ കർണാടകം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, എല്ലാ തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളും ഒത്തുവന്ന സ്ഥലമായ കിനാലൂരിനെ അവഗണിക്കരുത് എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ 12-ാം തീയതി നാട്ടുകാർ ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ കാണാനും തീരുമാനിച്ചിട്ടുണ്ട്. ശരി, എയിംസ് എവിടെ വരുമെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ലാത്തൊരു സാഹചര്യത്തിൽ കിനാലൂരിന്റെ പ്രതീക്ഷകൾക്ക് ഒരിക്കൽ കൂടി മങ്ങലേൽക്കുകയാണ്. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും എം രാകേഷ്.